വള്ളംകളി പ്രേമികൾക്ക് ആവേശമായി പുണ്യാളൻ ചുണ്ടൻ നീരണിഞ്ഞു. പത്തനംതിട്ട നിരണത്ത് ആഘോഷപൂർവ്വം നൂറുകണക്കിന് ആളുകളെ സാക്ഷിയാക്കിയാണ് പുണ്യാളൻ നീരണിഞ്ഞത്. പത്തനംതിട്ടയിൽ നിന്ന് മറ്റൊരു ചുണ്ടൻ വള്ളം കൂടി നീരണിഞ്ഞിരിക്കുകയാണ്. നിരണം ചുണ്ടന് പിന്നാലെ നിരണത്ത് നിന്ന് തന്നെ എത്തുന്ന പുണ്യാളൻ ചുണ്ടനും വള്ളംകളി പ്രേമികൾക്കിനി ആവേശം പകരും. ഒരു വലിയ ആവേശത്തിലാണ്. കാര്യം ഞങ്ങളുടെ ഒരു വലിയ കാത്തിരിപ്പിന് ഇന്ന് വിരാമമായി. ഞങ്ങളുടെ എല്ലാം ആഗ്രഹം പോലെ ഏറ്റവും ഭംഗിയായ രീതിയിൽ അത് നീറ്റിലിറങ്ങി അതിന്റെ ഒരു വലിയ സന്തോഷത്തിൽ അല്ലെങ്കിൽ വലിയൊരു ആവേശത്തിലാണ് ഞങ്ങൾ. സാബുനാരായണൻ ആചാര്യാണ് പുണ്യാളന്റെ ശില്പി. ഇദ്ദേഹത്തിന്റെ 8ാമത്തെ ചുണ്ടനാണിത്. നെഹ്റു ട്രോഫി തന്നെയാണ് പുണ്യാളൻ ചുണ്ടനും ലക്ഷ്യം വെക്കുന്നത്. നെഹ്റു ട്രോഫിയിൽ കുറഞ്ഞ ഒരു ലക്ഷ്യവുമില്ല. ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ഞങ്ങളുടെ വള്ളം അതിൻ്റെ നീറ്റിലിറക്കല്ല, ഞങ്ങളുടെ ഒരു 15% അല്ലെങ്കിൽ 20% കപ്പെന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് നേടുമ്പോഴാണ് ഞങ്ങൾ 100% സന്തോഷവാന്മാരാകുന്ന ഞങ്ങൾക്ക് ആവശ്യമുണ്ടാകുക. 4 തവണ തുടർച്ചയായി നെഹ്റു ട്രോഫി നേടിയെന്ന റെക്കോർഡുള്ള കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബായിരിക്കും പുണ്യാളൻ ചുണ്ടനിൽ തുഴയെറിയുക. റെന്നി ഫിലിപ്പോസ് പ്രസിഡന്റും റെജി കുരുവിള സെക്രട്ടറിയും അഭിലാഷ് വർഗീസ് ട്രഷററുമായ കമ്മിറ്റിയാണ് പുണ്യാളൻ നിരണം ചുണ്ടന്റെ അണിയറ ശില്പികൾ. കൈരളി ന്യൂസ്, പത്തനംതിട്ട.